ദി കംപ്ലീറ്റ് ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ കൊച്ചു പിള്ളേര് വരെ പറയും മോഹൻലാൽ ആണെന്ന്. ലാലേട്ടൻ ഇതാ ബിഗ് സ്ക്രീനിൽ നിന്നും മിനി സ്ക്രീനിലേക്ക് എത്തുന്നു. ഇതാദ്യമായിട്ടാണ് ഒരു മുഴുനീള പരിപാടി അവതരിപ്പിക്കാനായിട്ട് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ മിനി സ്ക്രീനിലേക്ക് വരുന്നത്. മോഹൻലാൽ എന്ന നടന്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളെക്കുറിച്ചും വഴിത്തിരിവുകളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന പരിപാടിയുടെ സംരക്ഷണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. മുൻപ് അഭിമുഖങ്ങളിലൂടെ വ്യക്തമാക്കിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഇതുവരെയുള്ള പ്രധാന സംഭവങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പ്രതിപാദിക്കുന്ന ഒരു മുഴുനീള പരിപാടി ഇതാദ്യമായിട്ടാണ് ഒരു TV ചാനൽ സംരക്ഷണം ചെയ്യാൻ പോകുന്നത്. അമൃത TV സംരക്ഷണം ചെയ്യുന്ന ലാൽ സലാം എന്ന പരിപാടിയിലൂടെയാണ് മോഹൻലാൽ മിനി സ്ക്രീനിലേക്ക് എത്തുന്നത്. സിനിമാ താരം മീര നന്ദനാണ് പരിപാടിയുടെ അവതാരക. മോഹൻലാൽ എന്ന നടന്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകളായ ചിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ 100 എപ്പിസോഡുള്ള പരിപാടിയാണ് ലാൽ സലാം. ഓരോ ചിത്രത്തിലെയും അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമെല്ലാം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ലാൽ സലാമിലെത്തും. മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയിലേക്ക് വന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ്. ആ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് പരിപാടി ആരംഭിക്കുക. ഓട്ടോ, സ്ഫടികം, വാനപ്രസ്ഥം, ആറാം തമ്പുരാൻ, ഭരതം തുടങ്ങിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളും മോഹൻലാൽ പങ്കുവയ്ക്കും. കമൽഹാസൻ, സുഹാസിനി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഈ പരിപാടിയിൽ അതിഥികളായി എത്തുന്നുണ്ട്. മോഹൻലാലിനൊപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ഗൗതമി. ആ കൂട്ടുകെട്ട് മലയാളി പ്രേക്ഷകർ ഒരുപാട് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ കുറെ നാളായിട്ട് ഗൗതമിയെ മലയാളത്തിലേക്കൊന്നും കാണാനേ ഇല്ലായിരുന്നു. മലയാളത്തിൽ നിരവധി സിനിമകളിലാണ് ഗൗതമി അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരവിനൊരുങ്ങുകയാണ് ഗൗതമി. മലയാളത്തിൽ ഗൗതമി അഭിനയിച്ച സിനിമകളൊക്കെയും ഹിറ്റ് തന്നെയായിരുന്നു. മോഹൻലാൽ ചിത്രം ഹിസൈനസ് അബ്ദുള്ള, സാക്ഷ്യം എന്നീ സിനിമകളിൽ ശക്തമായ വേഷം കൈകാര്യം ചെയ്ത ഗൗതമി മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി. വീണ്ടും ഏകദേശം ഒരു 14 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് ഗൗതമി. മാലതി മേനോൻ എന്ന ഒരു സംഗീത അധ്യാപികയായിട്ടാണ് ഗൗതമി തിരിച്ചെത്തുന്നത്. ഈ സംഗീത അധ്യാപിക ഒരു അൽഷിമേഴ്സ് രോഗി കൂടിയാണ്. വളരെ വ്യത്യസ്തമായിട്ടൊരു റോള് തന്നെയാണ് ഗൗതമി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചിത്രത്തിലെ കഥാപാത്രമായ മാലതി മേനോനെ തികഞ്ഞ ആവേശത്തോടെ കൈകാര്യം ചെയ്യാൻ തനിക്ക് കഴിഞ്ഞെന്നാണ് ഗൗതമി പറയുന്നത്. എന്റെ ജീവിതം തന്നെ പരീക്ഷിക്കുകയാണ് സിനിമയിലൂടെ എന്നാണ് ഗൗതമി പറയുന്നത്. അഭിനയത്തിൽ നിന്നും മാറി നിന്നെങ്കിലും ഗൗതമി സിനിമാ മേഖലയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂം ഡിസൈനറായിട്ടായിരുന്നു ഗൗതമി സിനിമയിൽ തുടർന്നു വന്നത്. മലയാള സിനിമയിൽ ഒരു അൽഷിമേഴ്സ് രോഗിയെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് ലാലേട്ടൻ അഭിനയിച്ച് തന്നെയാണ്. മോഹൻലാൽ നായകനായി അഭിനയിച്ച തന്മാത്ര എന്ന ചിത്രത്തിലാണ് അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ച് പറഞ്ഞത്. സിനിമ വളരെയധികം ജനശ്രദ്ധ നേടുകയും ചെയ്തു.